ഗ്യാരണ്ടി പ്രോഫിറ്റ് കാൽക്കുലേഷൻ മിക്ക വിദ്യാർത്ഥികൾക്കും വളരെ കൺഫ്യൂസിംഗ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ഗ്യാരണ്ടി പ്രോഫിറ്റ് കാൽക്കുലേഷൻ. സോ അപ്പൊ മിനിമം പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്യാരണ്ടി പ്രോഫിറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, അതിന്റെ അഡ്ജസ്റ്റ്മെന്റ്സ് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ലിബാൻ സാറാണ് നമ്മുടെ ലൈവ്. നിങ്ങൾ മറക്കണ്ട, മാക്സിമം ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് എക്സാമിന് എങ്ങനെയെങ്കിലും നല്ല മാർക്ക് സ്കോർ ചെയ്തോട്ടെ. സോ നമ്മുടെ ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് മെൻ, സെൻ ആൻഡ് പെൻ. 3 പേരുണ്ട് കേട്ടോ, മെന്നും സെന്നും പെന്നും. ദേ ആർ പാർട്ട്നേഴ്സ്. സാരിയല്ല കേട്ടോ, ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഈക്വലി അഥവാ 1:1:1 1/3 1/3 1/3 ഇതാണ് ഇവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അതർ പാർട്ട്നേഴ്സ് ഗ്യാരണ്ടീഡ് മെൻ എന്ന് പറഞ്ഞ ആദ്യത്തെ പാർട്ട്ണർക്ക് എ മിനിമം പ്രോഫിറ്റ് ഓഫ് 40,000 40,000 നമ്മുടെ മെൻ എന്ന പാർട്ടിക്ക് പാർട്ട്ണർക്ക് ഗ്യാരണ്ടി കൊടുത്തു. എന്താ ഗ്യാരണ്ടി കൊടുക്കാന്ന് പറഞ്ഞാല് ഈ ബിസിനസ്സിൽ എങ്ങനെയാണെങ്കിലും നെന്റെ പ്രോഫിറ്റ് നമ്മൾ 40,000 തരും, എന്നിട്ട് ബാക്കി മാത്രമേ ഞങ്ങൾ എടുക്കുകയുള്ളൂ. നെന്റെ ആദ്യം 40 തന്നിട്ട് നമ്മൾ എടുക്കുകയുള്ളൂ. ആ ഒരു ഗ്യാരണ്ടി കൊടുക്കും. അപ്പൊ ഇൻ കേസ് 40 കൂടുതലുണ്ടെങ്കിലോ അത് എടുത്തു, ഒപ്പൊന്നുമില്ല. സോ അങ്ങനത്തെ ഒരു മെത്തേഡ്, അങ്ങനെ ഒരു ഏതെങ്കിലും ഒരു പാർട്ണർക്ക് നമ്മൾ ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ടെങ്കിൽ, ഒരു ഫേവർ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനാണ് ഗ്യാരണ്ടി ഓഫ് മിനിമം പ്രോഫിറ്റ് എന്ന് പറയും. മിനിമം ആയിട്ട് ഈ പാർട്ണർക്ക് 40,000 കിട്ടണം. ദ പ്രോഫിറ്റ് ഫോർ ദി ഇയർ, ഈ വർഷത്തെ പ്രോഫിറ്റ് എത്ര? 1,05,000. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓരോരുത്തരുടെയും റേഷ്യോ എങ്ങനെ കാണാം? മെന്നിന്റെ റേഷ്യോ, സെന്നിന്റെ പ്രോഫിറ്റ്, പെന്നിന്റെ പ്രോഫിറ്റ് അഥവാ 1,05,000 ഇൻറ്റു 1/3 അല്ലെ 3 പേർക്കും ഇൻറ്റു 1/3 1/3 = 35,000. അപ്പൊ ഇയാൾക്ക് 35,000 അല്ലേ, 3 പേർക്ക് 35,000. അത് പ്രത്യേകം കാൽക്കുലേറ്റ് ചെയ്യണോ? വേണ്ട. കാരണം എന്താ, എല്ലാവർക്കും 1/3 ആണ്, ഈക്വൽ ആയിട്ടാണ് കിട്ടുക. പക്ഷേ ഇവിടെ മെന്നിന്റെ ഗ്യാരണ്ടി പ്രോഫിറ്റ് എത്രയാ? 40,000. അപ്പം ഇത് രണ്ടിനും ഡിഫറൻസ് എത്രയാ? 5,000 എന്താ ഡെഫിസിറ്റാ? എന്താ മക്കളെ? അത് റെഡ് കളറിൽ ചെയ്തല്ലേ, ഡെഫിസിറ്റ്. 5,000 രൂപ ഡെഫിസിറ്റാ. ഈ 5,000 രൂപ അഥവാ നമ്മുടെ ഗ്യാരണ്ടി ആയിട്ടുള്ള പ്രോഫിറ്റ് ഈ ഗ്യാരണ്ടീഡ് പാർട്ണർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അത് മറ്റു പാർട്ട്നേഴ്സ് കൊടുക്കണം. മറ്റു പാർട്ട്നേഴ്സ് എങ്ങനെ കൊടുക്കണം? അവരുടെ പ്രോഫിറ്റ് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പം ഇവരെ നോക്കാം. ഇവിടെ 5,000 ഡെഫിസിറ്റ് ഈസ് ഈക്വൽ ടു 5,000 ടു ബി ഷെയർഡ് ബൈ ആരൊക്കെ? സെൻ ആൻഡ് പെൻ. എന്ത് റേഷ്യോയില്? ഇൻ ദെയർ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഇവിടെ മെന്ന്, പെന്ന്, സെന്ന്, MPS അല്ലെ 1:1:1 ഇങ്ങനെയല്ല ഇവരുടെ റേഷ്യോ. പക്ഷെ ഇവിടെ നമ്മുടെ മെന്നിനെ ഒഴിവാക്കുക. പെന്നും സെന്നും എങ്ങനെയാണോ റേഷ്യോ, ആ റേഷ്യോയിൽ വേണം. പെന്നും സെന്നും തമ്മിലുള്ള റേഷ്യോയിൽ വേണം ഇവർ ഈ ഒരു ഡെഫിസിറ്റ് ഷെയർ ചെയ്യാൻ വേണ്ടി. അഥവാ 1:1 എന്ന് പറയുമ്പോൾ 1/2 1/2 ഈ 1/2 ഇവർ ഷെയർ ചെയ്യേണ്ടത്. സോ ഡെഫിസിറ്റ് പോൺ ബൈ മെന്നല്ല പെൻ ഈസ് ഈക്വൽ ടു 5,000 ഇൻറ്റു അയാളെ ഷെയർ എത്ര? 1/2 2,500. അപ്പൊ ഡെഫിസിറ്റ് ബോൺ ബൈ സെൻ എത്രയാ? 5,000 ഇൻറ്റു 1/2 അതായത് 2,500. 25,000 2,500 ഇത് വരെ ഷെയർ ചെയ്യണം. അപ്പം ന്യൂ പ്രോഫിറ്റ് അഥവാ ഫൈനൽ പ്രോഫിറ്റ് ഓഫ് മെൻ ഈസ് ഈക്വൽ ടു, മെന്നിന് എത്രയാ? അയാൾക്ക് 35,000 അല്ലേ കിട്ടിയത്. നമുക്ക് മെൻ എന്ന പാർട്ടിക്ക് 35,000 കിട്ടി. അതിന് എന്ത് ചെയ്യണം? 2,500 ആര് കൊടുക്കും? പെന്ന് കൊടുക്കണം. 2,500 എന്ത് ചെയ്യണം? ആര് കൊടുക്കണം? സെന്നും കൊടുക്കണം. കണ്ടോ, സെന്നും പെന്നും 2,500 ആർക്ക് കൊടുത്തു? നമ്മുടെ ഈ ഒരു ഷോർട്ടേജ് ഉള്ള പാർട്ടി കൊടുത്തു. അപ്പൊ +2,500 ഈസ് ഈക്വൽ ടു 40,000. അപ്പം മെന്നിന് എത്രയായി? 40. അയാളുടെ ഗ്യാരണ്ടി ആയിട്ടുള്ള 40,000 കിട്ടി. ഇനി അടുത്ത ആരാ? നമ്മുടെ പെൻസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ആർക്ക്? 35,000 കിട്ടിയത്. ആ 35,000 അയാൾ 2,500 ആർക്ക് കൊടുത്തു? നമ്മുടെ മെന്നിന് കൊടുത്തു. അപ്പൊ -2,500 ഈസ് ഈക്വൽ ടു 32,500. ഇയാളതും കിട്ടി. ഇനി മൂന്നാമത്തെ ആളാരാ? സെന്നിന്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ് എത്രയാ? ഇയാൾക്ക് 35,000 കിട്ടി. ആ 35,000 എത്ര? 2,500 ഇയാള് നമ്മുടെ മെന്നിന് കൊടുക്കണം. കാരണം അയാൾക്ക് ഗ്യാരണ്ടി കൊടുത്താ 32,500. ഇനി ഇത് 3 കൂടി ആഡ് ചെയ്ത് നോക്ക്. 40,000 പ്ലസ് 32,500 പ്ലസ് 32,500 അഥവാ 60 75 1 lakh 60 65 1,05,000 1,05,000 കേട്ടോ.
പ്രോഫിറ്റിൽ മാറില്ല, ഐ മീൻ ടോട്ടൽ പ്രോഫിറ്റിൽ മാറ്റല്ല. പക്ഷെ ഗ്യാരണ്ടി ഉള്ള ആൾക്ക് എന്ത് ചെയ്തു, അയാൾക്ക് കിട്ടുകയും ചെയ്തു, മറ്റുള്ളവർക്ക് ആ ഷോർട്ട് കിട്ടി. അപ്പൊ ഇൻ കേസ് നമുക്ക് എന്ത് ചെയ്തു 1,50,000 പ്രോഫിറ്റ് ഷെയർ. അപ്പൊ 1,50,000 × 1/3 എത്ര, 50,000. ഓരോരുത്തർക്കും 50,000 വീതം കിട്ടുന്നുണ്ട്. അപ്പൊ പിന്നെ അതിന്റെ ആവശ്യമുണ്ടോ, ഇല്ല. ഇൻ കേസ് ആ ഒരു ഗ്യാരണ്ടി ഉള്ള എമൗണ്ട് ഇല്ലെങ്കിൽ, അഥവാ അത്രയും പ്രോഫിറ്റ് ആൾക്ക് ഷെയർ ഇല്ലെങ്കിൽ മാത്രം മറ്റു പാർട്ട്നേഴ്സ് എന്ത് ചെയ്യണം, ആ ഒരു ഗ്യാരണ്ടി എമൗണ്ട് കൊടുത്തിരിക്കണം. ഇനി മറ്റൊരു കേസ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിൽ ഇവിടെ മെന്നും സെന്നും പെന്നും ഉണ്ടല്ലോ. ഇവിടെ സെന്ന് പറഞ്ഞു നിനക്ക് എന്തെങ്കിലും പ്രോഫിറ്റ് കുറവുണ്ടെങ്കിൽ അത് മൊത്തം ഞാൻ ഏറ്റെടുത്തോളാം. അപ്പൊ പിന്നെ പെൻ എടുക്കൂല, കംപ്ലീറ്റ്ലി പെന്നിന് ആ 35,000 തന്നെ കിട്ടും, 35 തന്നെ കിട്ടും. ഈ ഷോർട്ടേജ് മൊത്തം ആരെടുക്കണം, സെൻ എടുക്കണം. അപ്പൊ ഇൻ കേസ് അഥവാ ഏതെങ്കിലും ഒരു പാർട്ണർ മാത്രമാണ് ഗ്യാരണ്ടി ഏറ്റെടുക്കുന്നതെങ്കിൽ അയാളുടെ പ്രോഫിറ്റ് ഷെയറിന് മാത്രമാണ് ആ ഒരു എമൗണ്ട്, ആ ഒരു ഡെഫിസിറ്റ് നമ്മൾ കൊടുക്കേണ്ടത്. ഡെഫിസിറ്റ് മീൻസ് ആ ഷോർട്ടേജ് കൊടുക്കേണ്ടത്. ഇൻ കേസ് അങ്ങനെ ഇല്ലെങ്കിൽ, എല്ലാവരും ഈക്വൽ ആയിട്ടാണെങ്കിൽ, ഈക്വൽ ആയിട്ടല്ല, എല്ലാവരും ഏത് റേഷ്യോയിലാണ് ഷെയർ ചെയ്യുന്നത് ആ റേഷ്യോയിൽ വേണം എന്ത് ചെയ്യാൻ ഈ പറയുന്ന ഡെഫിസിറ്റ് ബിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. സെറ്റ് അല്ലേ? അപ്പം ഇങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കും. ചിലപ്പം ഇതിന്റെ P&L അപ്രോപ്രിയേഷൻ കൊണ്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ചോദിക്കും. അപ്പൊ അപ്രോപ്രിയേഷൻ നമ്മൾ നേരത്തെ ചെയ്തില്ലേ, നെറ്റ് പ്രോഫിറ്റ്. അപ്പൊ സാലറി അതൊന്നും ഇവിടെ അല്ല, ഇവിടെ ആകെ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നുള്ളൂ. അപ്പൊ നെറ്റ് പ്രോഫിറ്റ് ചെയ്താൽ എന്നിട്ട് പ്രോഫിറ്റ് ഷെയർ നടത്തി ഓരോരുത്തർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം. ക്ലിയർ ആയില്ലേ? അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് ഓണത്തിന്റെ ലൈവിൽ കാണാം. അതിലേക്കും ഓൾ ദി ബെസ്റ്റ്.